കുരിശിലെ ബലി ആത്മീയുണർന്ന താക്കോലാണ്. ഈശോയുടെ പീഡാനുഭവങ്ങളുടെ തീവ്ര നിമിഷങ്ങളിൽ ആശ്വാസവും സഹായവുമായും നിലകൊള്ളേണ്ടിയിരുന്നവർ അവൻ്റെ ശിഷ്യന്മാരായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം നേരെ തിരിച്ചായി. അവർ അവനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഈശോയുടെ സഹനബാധയെ പൂർണ്ണമായി അനുഗമിക്കുവാനും ഈശോയോടുകൂടെ നിൽക്കുവാനും ഒരു ശിഷ്യന് സാധിച്ചില്ല. ഒളിച്ചോട്ടം വീരത്തിൻ്റെ അടയാളവും ശിഷ്യത്തിൻ്റെ പരാജയവുമാണ്. ആത്മദാനത്തിന് അനുദിനമുള്ള അനുസ്മരണം നമ്മുടെ അൾത്താരകളിൽ നടക്കുന്നു. പല ഒളിച്ചോട്ടങ്ങളിലൂടെയും ആ ബലി നമുക്ക് അന്യമാകുന്നുണ്ടോ? ആത്മീയ ഉണർവിൻ്റെ അൾത്താരകളെ ഉള്ളിലേക്കാക്കാൻ നമുക്കാകുന്നുണ്ടോ? ഇനി അനുദിന ജീവിത വ്യാപാരങ്ങളിലേക്കൊന്ന് നോക്കാം. ഈശോയെപ്പോലെ ഇന്നും നിർദോഷരായ അനേകം മനുഷ്യർ വിധിക്കപ്പെടുന്നുണ്ട്. എങ്കിലും എല്ലാവരും നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നു. അവർക്ക് വേണ്ടി വാദിക്കുകയോ അധരങ്ങൾ തുറക്കുകയോ അവരെ സഹായിക്കാൻ സഹായസ്ഥം നീട്ടിക്കൊടുക്കുകയോ ചെയ്യുവാൻ മടിക്കുന്നു. നീതിയും ധർമ്മവും ബലി കഴിപ്പിക്കപ്പെടുന്നു. വേദനിക്കുന്നവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വീരോടെ പൊരുതുവാൻ അശക്തരായി നിൽക്കുന്ന ഈശോയുടെ ശിഷ്യന്മാർ ഇന്ന് നിരവധിയാണ്. ഈശോയുടെ കുരിശുമരണം നിസ്സംഗ മനോഭാവം മാറ്റാൻ നമ്മെ വെല്ലുവിളിക്കുന്നു. അവൻ്റെ ബലി നമ്മുടെ ആത്മീയ ഉണർവിൻ്റെ താക്കോലാക്കി മാറ്റാം. നിസ്സംഗതയെ തകർക്കുന്ന ശക്തമായ മറുമരുന്നാക്കാം. ക്രിസ്ത്യാനികളുടെ ധാർമ്മികത ലോകത്തിന് പുതുജീവൻ നൽകുന്ന ദിശാസൂചികയാകണം. ആത്മീയ ഉണർവിൻ്റെ ഒരു നോമ്പുകാലത്തിലൂടെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാം.